കൃഷ്ണകുമാറിൻ്റെ മോൾ ദിയയുടെ സ്ഥാപനത്തിനകത്ത് 3 കള്ളികൾ, അനിയത്തിമാരെ പോലെ കൊണ്ടുകിടന്ന 3 കള്ളികൾ അതിനകത്ത് തോന്നിയാസം കാണിച്ചപ്പോൾ ആദ്യം കൃഷ്ണകുമാറിൻ്റെ പ്രതിഭൻ്റെയും ഒക്കെ പേരിൽ പരാതി കൊടുത്തിട്ട് അവരെ കൊടുക്കാൻ നേരത്തും മീഡിയ മുഴുവൻ ഇവർക്കെതിരെ തിരിഞ്ഞു. കാരണം അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു, വേറെ തെറ്റും ചെയ്തില്ല. ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കട്ടെ, അയാൾ വർഗീയവാദിയല്ല, അയാൾ മിശ്ര വിവാഹിതനാണ്. അവർ രണ്ടുപേരും ജാതി പോലും വേറെയാണ്. മക്കളുടെ കാര്യത്തിനകത്തും അങ്ങനെ തന്നെയാണ്. പെൺമക്കളെ വളർത്തുന്നത് മാതൃകാപരമായിട്ട് വളർത്തുന്ന ഒരു കുടുംബമാണ് അദ്ദേഹം. ആ രീതിയിൽ പോകുന്ന ആ മനുഷ്യനെതിരെ ഫാബ്രിക്കേറ്റഡായിട്ട് കേസുണ്ടാക്കിയപ്പോഴും പോലീസ് അതിനകത്ത് അന്വേഷിക്കുക ചെയ്തേ. ഇവർ തിരിച്ച് കൗണ്ടർ കേസ് കൊടുത്തപ്പം മറ്റുള്ളവന്മാർ തനി കള്ളികളാണെന്നുള്ളത് മനസ്സിലായി. അതുമാത്രമല്ല, കൃഷ്ണകുമാർ തന്നെ പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് എന്താ, ഞാൻ CMൻ്റെ ഓഫീസിൽ പോയി, ഞാൻ CMൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെക്കുറിച്ച്, പണ്ടത്തെ ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ വിഷയത്തിനകത്ത് P ശശി ആ വിഷയത്തിനകത്ത് കൃഷ്ണകുമാറിനോട് പറഞ്ഞത്, നിങ്ങളുടേത് ജെനുവിനായിട്ടുള്ള പരാതിയാണെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, നീതിപൂർവമായി ഇതിനകത്ത് അന്വേഷണം നടത്തും, ശരി നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കും. ആ ഉറപ്പ് വലിയ ആത്മവിശ്വാസം നൽകിയെന്ന് പറഞ്ഞു.